ചാരു എന്റെ പെങ്ങളുടെ മകൾ. അവൾക്ക് എല്ലാവരും സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. പെയ്തൊഴിയാതെ എല്ലാ ദിവസവും വൈകുന്നേരം 6:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. നല്ല വിശേഷം പറയാൻ വേണ്ടി വിളിച്ചതാ. ഹർഷ പ്രസവിച്ചു, ആൺകുഞ്ഞാ. ആഹാ, നല്ല വാർത്തയാണല്ലോ. സന്തോഷം. അമ്മയും കുഞ്ഞും സുഖായിരിക്കുന്നല്ലോ അല്ലേ? അതെ, സിസേറിയൻ ആയിരുന്നു. അതുകൊണ്ട് ഹർഷ ഇതുവരെ ഇറക്കിയിട്ടില്ല. പക്ഷെ കുഞ്ഞിനെയൊക്കെ കാണിച്ചു. പിന്നെ ആശുപത്രിയിൽ ഇന്ദ്രനും സുശീലാന്റിയും എല്ലാ സഹായത്തിനും ഉണ്ടായിരുന്നു. ഏതായാലും അത് വലിയ ഉപകാരമായി. ആണോ? പിന്നെ അനുവിനോട് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. എന്താ? ഇനി ഞങ്ങളെ കൊണ്ട് ഒരു ശല്യവും നിങ്ങൾക്ക് ആർക്കും ഉണ്ടാവില്ല. ഹർഷ ഡിസ്ചാർജ് ആയി കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടം വിട്ട് പോവുക. ഞാനും ഹർഷയും കുഞ്ഞും മറ്റേതെങ്കിലും നാട്ടിൽ പോയി ജീവിക്കാന്ന് കരുതുക. അത് തന്നെ നല്ലതനോ. ശരിയായ കാര്യങ്ങൾ വേണ്ട സമയത്ത് തന്നെ ചെയ്യണം. പലപ്പോഴും അതിന് സാധിച്ചിട്ടില്ല. ഇനിയെങ്കിലും അതെല്ലാം ചെയ്തേ പറ്റൂ. ശരി. ശരിയാനോ. ഞാൻ കുറച്ച് സ്വീറ്റ്സ് ഒക്കെ വാങ്ങാൻ ഇറങ്ങിയതാ. ഓക്കെ, ശരി. അവർ ഈ നാട് വിട്ടു പോവുകയാണെങ്കിൽ അത് നല്ല കാര്യം തന്നെയല്ലേ അനു? അതെ. അങ്ങനെ പോയാ ഇന്ദ്രനെയും വിളിച്ചോണ്ടുള്ള സുശീലയുടെ ഈ പോക്കുവര വന്ന് നിന്നേനെ. എല്ലാം ശരിയാവും മോളെ. നിന്റെ ദുഃഖം ഈശ്വരൻ കാണാതിരിക്കില്ല. ജീവിതം എന്നും എപ്പോഴും ഒരുപോലെയൊന്നും ആയിരിക്കില്ലല്ലോ. എല്ലാത്തിനും ഒരു മാറ്റം വരും. ഇന്ദ്രൻ തിരിച്ചു വരും കുഞ്ഞെ, നീ കണ്ടോ? വാങ്ങിച്ചു. താങ്ക് യു. ഒരു കുഞ്ഞുണ്ടായല്ലേ? അതെ, ആൺകുട്ടിയാ. കൺഗ്രാജുലേഷൻ. താങ്ക് യു. ഇത്രയും സമയമായിട്ട് ഹർഷ ഇറക്കാത്തത് എന്താ? ഇവിടെ എല്ലാത്തിനും താമസമല്ലേ. ഇനി ഇതിനായിട്ട് എന്തിനാ കുറയ്ക്കുന്നെന്ന് കരുതിയിട്ടുണ്ടാവും. അതും ഡോക്ടർ ഇറങ്ങുമ്പോ നമുക്ക് കാര്യം ചോദിക്കാമല്ലോ. ആ, ഡോക്ടർ വന്നോ? രവി വാ. കാണാട്ടോ. ഡോക്ടർ. ഡോക്ടറെ, നേഴ്സ് കുഞ്ഞിനെയും കൊണ്ട് വന്നപ്പം എനിക്ക് കാണാൻ പറ്റിയില്ല. ഇനി അവരെ ഇറക്കുമ്പോ കാണാന്ന് കരുതി നിൽക്കുമായിരുന്നു. ഈ സ്വീറ്റ്സ് എടുക്ക്. അല്ല, എന്താ ഡോക്ടറെ ഇതുവരെ ഹർഷ ഇറക്കാത്തത്? അത് ഹർഷ ഇതുവരെ കോൺഷ്യസ് ആയിട്ടില്ല. എന്താ പറയുന്നേ? അനസ്തേഷ്യയുടെ ആവാം. എന്തായാലും കുറച്ച് സമയം കൂടി നമുക്ക് നോക്കാം. എന്നിട്ട് ഉണർന്നില്ലെങ്കിൽ കുഴപ്പമുണ്ടാവില്ലെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അവരെന്താ സുശീലെ പറഞ്ഞേ? ഹർഷ ഉണർന്നില്ലെന്നോ? ആ, അതെ. അല്ല, മയക്കിട്ടുള്ള ഓപ്പറേഷനൊക്കെ അല്ലേ ചെയ്യുന്നത്, അതുകൊണ്ടാ. കുറച്ചു കഴിയുമ്പോ എല്ലാം ശരിയാവും. ഇന്ദ്ര, എന്നാ നമുക്കൊന്ന് പോയിട്ട് വന്നാലോ? പിന്നെ രവി, ഞങ്ങൾക്കേ അത്യാവശ്യമായിട്ട് ഒരാളെ കാണാനുണ്ട്. ഞങ്ങൾ വേഗം പോയി കണ്ടിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം. അതിനെന്താ, നിങ്ങൾ പോയിട്ട് വാ. ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എല്ലാവരും ഇത്രയധികം ബുദ്ധിമുട്ടി. ഇനിയും ഞാൻ നിങ്ങളെ ഇവിടെ പിടിച്ചു നിർത്തുന്നത് ശരിയല്ല. നിങ്ങൾ പോയിട്ട് വാ. ഇനി അങ്ങനെ ഒഴിച്ചുകൂടാനാവാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ ബുദ്ധിമുട്ടിക്കും. രവി ഇങ്ങനെയൊക്കെ എന്തിനാ പറയുന്നേ? ഞങ്ങൾക്ക് ഇതൊന്നും ഒരു ബുദ്ധിമുട്ടല്ല. അതെ, രവിയോട് എത്ര പറഞ്ഞാലും ഇങ്ങനൊക്കെ തന്നെ വീണ്ടും വീണ്ടും പറയും. അത് കാര്യമാക്കണ്ട ഇന്ദ്ര. അതെ, രവി സാർ അങ്ങനെയാ. നിങ്ങൾ പോയിട്ട് വാ. ഞങ്ങൾ എന്നാ പോയിട്ട് വരാം. വാ. പോയിട്ട് വരാം. കുഞ്ഞുമേ, ദാ.
അത് നീ അങ്ങനെ സംസാരിച്ചാൽ നന്നായി. എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടന്ന ലക്ഷണമുണ്ടല്ലോ. ആ മാമ നടന്നോ. എന്തായാലും സുലണ്ണ ഇനി എത്രയായി? ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കാം. മോളെ അമ്മേ, അനുപമ അവളുടെ കയ്യിലെ സ്വർണം മോൾക്ക് തരാൻ തയ്യാറായോ? അനുചേച്ചി അത് തരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അമ്മേ. അതുകൊണ്ടല്ലേ ഞാൻ ചോദിച്ചത്. അനുപമയ്ക്ക് രഘുവിനെ സഹായിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള വിഷമം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ തക്ക സമയത്താ പോയത്. ഇല്ലെങ്കിൽ അനു ആ സ്വർണ്ണം എടുത്തിട്ട് രഘുവിന് കൊടുത്തനെ അല്ലേ ചെല്ലു? രഘുവേട്ടന് അത് കിട്ടിയിട്ട് എന്തിനാ? അത് പണയം വെക്കാൻ പോലും പറ്റില്ലല്ലോ. നമ്മളെ അങ്കിള് സഹായിക്കാൻ തയ്യാറായതുകൊണ്ടല്ലേ നമുക്കത് പ്രയോജനപ്പെട്ടത്. അത് ശരിയാ. എന്നാലും ഗതി മുട്ടിയ രഘുവേട്ടനത് ആരും അറിയാതെ പണയം വെക്കാനും വിൽക്കാനും ഒക്കെ തയ്യാറാവും. പുള്ളിക്കെന്ത് വിശ്വാസം വന്നു, ആചാരം വന്നു. രഘുവിനെ നീ അത്ര മോശക്കാരനായിട്ടൊന്നും കാണുന്നവനെയാ. നിന്നേക്കാൾ മുമ്പ് ബിസിനസ് തുടങ്ങാൻ പണം അന്വേഷിച്ച് നടക്കുന്നവനാ അവൻ. ഓ, എല്ലാ വഴികളും തുറന്ന് അടഞ്ഞതല്ലാതെ ഇന്നേ വരെ ഒരു പിടിവള്ളി അവന് കിട്ടിയിട്ടില്ല. എന്നിട്ടും രഘു ഒരു പരാതിയില്ലാതെ മുമ്പോട്ട് പോകുന്നില്ലേ? സത്യം പറഞ്ഞ രഘുവേട്ടനെ ബിസിനസ്സുകാരനാക്കാൻ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്നത് ഈ അമ്പിളി ചേച്ചിയാ. സ്വർണം പണയം വെച്ച് ബിസിനസ് തുടങ്ങണ്ടെന്ന് അവര് തീരുമാനിച്ചാ പിന്നെ രഘുവേട്ടൻ സൈലന്റ് ആവില്ലേ? എന്തായാലും പാർവതി കുഞ്ഞമ്മയുടെ 10 മിനിറ്റ് നേരത്തെ ഉപദേശത്തിൽ അമ്പിളി ചേച്ചി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എന്തോ ഒരു കളിയുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. എന്ത് കളി? ആ സ്വർണം കൊണ്ട് ബിസിനസ് തുടങ്ങിയ നാശമേ ഉണ്ടാവുമെന്ന് പറഞ്ഞ് കുഞ്ഞമ്മ അമ്പിളി ചേച്ചി പേടിപ്പിച്ചു കാണും. അല്ലാതെ ഒരു കളിയിലും അമ്പിളി ചേച്ചി വീഴില്ല. ഈ അമ്പിളി ചേച്ചി അങ്ങനെ പേടിപ്പിച്ച് വീഴ്ത്താനൊന്നും പറ്റില്ല ചേരു. എന്റെ ബലമായ സംശയം കുഞ്ഞമ്മ അമ്പിളി ചേച്ചിയുടെ മുമ്പിൽ എന്തോ കാര്യമായ ഓഫർ വെച്ചിട്ടുണ്ടാവുമെന്നാ. ഏയ്, അമ്പിളി ചേച്ചിക്ക് മാത്രമായിട്ട് കുഞ്ഞമ്മ എന്ത് ഓഫർ വെക്കാനാ? അതൊക്കെ നിങ്ങളുടെ വെറും തോന്നല. ആ, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി അങ്ങോട്ട് എന്താ നടക്കുന്നതെന്ന് നമുക്ക് കാണാലോ. അതെന്തെങ്കിലും ആവട്ടെ വിനയ, നമുക്ക് നമ്മുടെ കാര്യം നോക്കിയാ പോരെ? മതി, നമ്മുടെ കാര്യം നോക്കിയാ മതി. വാ മോളെ. ദൈവം സഹായിച്ച് നിനക്കൊരു വഴി തെളിഞ്ഞു കിട്ടിയല്ലോ. ഇനി നിന്റെ പരിപാടികൾ എന്തൊക്കെയാണെന്ന് പറ.